നരേന്ദ്രമോദി സർക്കാരിന്റെ തണലിൽ ഇന്ത്യയിലെ അതിസമ്പന്നർ കൊയ്തത് കോടികളുടെ ആസ്തിയാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഗൗതം അഡാനിയുടെ ആസ്തി വർദ്ധിച്ചത് 625%. രാജ്യം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു പിടി കോർപ്പറേറ്റുകൾ മാത്രം എങ്ങനെ ഇത്രയേറെ വളർന്നുവെന്ന ചോദ്യം ഇനിയും ബാക്കി നിൽക്കുകയാണ്. സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റിയുടെ വെൽത്ത് ട്രാക്കർ 2026 സർവേ പുറത്തുവിടുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും ധനികരായ 1% ആളുകൾ രാജ്യത്തെ ആകെ സമ്പത്തിന്റെ 40% കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. അതേസമയം താഴെത്തട്ടിലുള്ള 50% ജനങ്ങളുടെ കയ്യിലുള്ളതാവട്ടെ വെറും 6.4% സമ്പത്ത് മാത്രം. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിന് സമാനമായ സാമ്പത്തിക അസമത്വത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നതെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അദാനിയുടെ സമ്പത്ത് 625% കൂടിയപ്പോൾ മുകേഷ് അംബാനിയുടേത് 153% വർദ്ധിച്ചു. കഴിഞ്ഞ 11 വർഷത്തിനിടെ മോദി സർക്കാർ എഴുതി തള്ളിയത് 19.6 ലക്ഷം കോടി രൂപയുടെ കോർപ്പറേറ്റ് വായ്പകളാണ്. സാധാരണക്കാരുടെ കാർഷിക വായ്പകളോ വിദ്യാഭ്യാസ വായ്പകളോ എഴുതി തള്ളാൻ മടിക്കുന്ന കേന്ദ്ര സർക്കാർ വൻകിടക്കാർക്ക് നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ ഉയർത്തുന്നത് വലിയ രാഷ്ട്രീയ അസമത്വമാണ്. വൻകിടക്കാർക്ക് നികുതി ഇളവുകൾ നൽകുമ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരൻ കോർപ്പറേറ്റുകളെക്കാൾ കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരുന്ന വിരോധാഭാസമാണ് രാജ്യത്തുള്ളത്. പെട്രോളിനും ഡീസലിനും മേൽ ചുമത്തിയ ഭീമമായ സെസ്സും അരിക്ക് പോലും ഏർപ്പെടുത്തിയ GSTയും ജനജീവിതം ദുസ്സഹമാക്കി. ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പണമില്ലെന്ന് സർക്കാർ വാദിക്കുമ്പോഴാണ് ഈ വൻതുകകൾ കോർപ്പറേറ്റുകൾക്കായി ഒഴുക്കുന്നത്. അതിസമ്പന്നർക്ക് മേൽ വെറും 2 മുതൽ 6% വരെ സ്വത്ത് നികുതി ചുമത്തിയാൽ രാജ്യത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. അദാനിയുടെ സ്വത്തിന്മേൽ നികുതി ചുമത്തിയാൽ രാജ്യത്തെ മുഴുവൻ പ്രാഥമിക ആരോഗ്യ സംരക്ഷണ ചെലവും 2 വർഷത്തേക്ക് നികത്താം. അംബാനിയിൽ നിന്ന് 2% നികുതി പിരിച്ചിരുന്നെങ്കിൽ എല്ലാ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പും നൽകാം. വയോജനങ്ങൾക്ക് മാസം 12,000 രൂപ പെൻഷൻ നൽകാനും ഈ തുക ധാരാളമാണ്. കോർപ്പറേറ്റുകളുടെ വളർച്ച രാജ്യത്തിന്റെ വളർച്ചയാണെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും സാധാരണക്കാരന്റെ ജീവിത നിലവാരം സ്തംഭനാവസ്ഥയിലാണ്. അതിസമ്പന്നരുടെ സഞ്ചിത സമ്പത്ത് ഇന്ത്യയുടെ GDPയുടെ പകുതിയോളം വരും. ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിഭവങ്ങൾ ഒരുപിടി ആളുകളുടെ കയ്യിൽ മാത്രം കുമിഞ്ഞുകൂടുമ്പോൾ മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ ആർക്കു വേണ്ടിയാണെന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്.